ജസ്ന മതം മാറി സംസ്ഥാനത്തിന് പുറത്തെ അജ്ഞാത കേന്ദ്രത്തിലുണ്ട് എന്നുള്ള സൂചനകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനിടെ പുറത്തു വന്നിരുന്നത്. ശുഭവാർത്ത ഉടൻ ഉണ്ടാകുമെന്ന അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരിയുടെ വാക്കുകളും പ്രതീക്ഷയേകി. എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ ഈ വിലയിരുത്തലുകൾക്കൊന്നും തെളിവില്ലെന്നാണ് CBI റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഫോൺ രേഖകൾ വെച്ചുള്ള ചില നിഗമനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും തെളിവ് ലഭിച്ചിട്ടില്ലെന്നും മുൻ SP KG സൈമണും ടോമിൻ തച്ചങ്കരിയും വ്യക്തമാക്കിയതായും റിപ്പോർട്ടിലുണ്ട്. ജസ്ന മതപരിവർത്തനം നടത്തിയതിനും തെളിവില്ല. ഇതു സംബന്ധിച്ച് പൊന്നാനി, മഞ്ചേരി, ആര്യസമാജം എന്നിവിടങ്ങളിൽ അന്വേഷണം നടത്തി. കേരളത്തിന് പുറത്തെ കേന്ദ്രങ്ങളിലും പരിശോധന നടത്തി. ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകൾക്ക് പങ്കുണ്ടെന്നും കണ്ടെത്താനായിട്ടില്ല. ജസ്ന മരണപ്പെട്ടതിനും തെളിവില്ല. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത അജ്ഞാത മൃതദേഹങ്ങൾ പരമാവധി പരിശോധിച്ചു. ലോവർ പെരിയാർ മേഖലകളിൽ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും അന്വേഷണം നടത്തി. ഫലമുണ്ടായില്ല. പിതാവിനെയും അടുത്ത സുഹൃത്തിനെയും ബ്രെയിൻ ഇലക്ട്രിക്കൽ ഓസിലേഷൻ സിഗ്നേച്ചർ പ്രൊഫൈലിംഗ് പരിശോധന നടത്തി. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. ജസ്ന ഉപയോഗിച്ചിരുന്നത് കീപാഡുള്ള ഫോണായിരുന്നു. സമൂഹമാധ്യമങ്ങളിൽ സജീവമായിരുന്നില്ല. ഫോൺ കോൾ വിവരങ്ങളിൽ നിന്നും സുപ്രധാന വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അതേസമയം തിരോധാന കേസുകളിൽ ആദ്യ 48 മണിക്കൂർ നിർണായകമാണ്. ലോക്കൽ പോലീസ് ഈ ഗോൾഡൻ അവർ പാഴാക്കിയെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ജസ്ന വിദേശത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനിയുള്ള അന്വേഷണം. ഇതിനായി ഇന്റർപോളിന്റെ സഹായത്തോടെ യെല്ലോ നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്റർപോളിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചാൽ ഇനി അന്വേഷണം നടത്താം എന്നുള്ള നിലപാടിലാണ് തൽക്കാലം CBI കേസ് അവസാനിപ്പിച്ചിരിക്കുന്നത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.